ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും റീൽസുകളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്റുകളും റീൽസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഞാനിവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. യൂക്യൂബ് ടെക്കിൽ ബോക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി. ഇനി അതിൽ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ സാധാരണ പോലെ തന്നെ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് റീലും ഇതുപോലെ കൊളാബറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ പോസ്റ്റ് സെലക്ട് ചെയ്യുന്നു, സിമ്പിളായിട്ടൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സാധാ പ്രൊസീജിയർ പോലെ തന്നെ നെക്സ്റ്റ് അടിക്കുന്നു. ശേഷം നിങ്ങളുടെ ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ടാഗ് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ സാധാരണ ടാഗ് പീപ്പിൾ അടിച്ച് നിങ്ങളായിട്ട് ടാഗാണ് ചെയ്യാറുള്ളത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആരെയാണോ കൊളാബറേഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യേണ്ടത്, അതായത് എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിനെ ആയിരിക്കും. സോ ഓക്കെ, നമുക്ക് ആ ഒരു അക്കൗണ്ട്, അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇവിടെ ഒരു ഫ്രണ്ടിനെ മാത്രം നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ്. സെലക്ട് ചെയ്ത അക്കൗണ്ടിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മറ്റൊരു അക്കൗണ്ടുമായിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതിനായിട്ട് എഡിറ്റ് കൊളാബറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ടാഗ് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ ഒന്ന് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റെപ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഫിനിഷിംഗ് അപ്പ് കാണിച്ച് നമ്മുടെ ഫീഡിൽ, അക്കൗണ്ട് ഫീഡിൽ അത് പോസ്റ്റ് ആയിട്ട് വരും. തൊട്ട് താഴെയായിട്ട് നമുക്ക് അതായത് നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പെൻഡിങ് എന്ന രൂപത്തിൽ ഒരു ഇൻഫോർമേഷൻ ഇവിടെ കാണിക്കുന്നതാണ്. നമ്മുടെ മെസ്സേജ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ മെസ്സേജ് സെക്ഷനിലേക്ക് പോയാൽ അവിടെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട് എന്ന രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് പോകാം, അതായത് രണ്ടാമത്തെ അക്കൗണ്ട്. സോ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മെസ്സേജിലേക്ക് പോയാൽ നമ്മൾ റിക്വസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ വ്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റ് നമുക്ക് അവരുടെ ഫീഡിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ഫീഡിലും ഈ ഒരു, അതായത് രണ്ട് അക്കൗണ്ട് ഫീഡിലും ഈ ഒരു പോസ്റ്റ് വരുന്നതാണ്. അവിടെ കാണിക്കുന്ന ഡിക്ലൈൻ കൊടുത്താൽ ഈ ഒരു പോസ്റ്റ് അക്സെപ്റ്റ് ആവില്ല. ഇവിടെ നമുക്ക് പോസ്റ്റ് ഐ ഡി കാണിക്കുകയില്ല, നമ്മുടെ ഫീഡിൽ കാണിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ ഫീഡ് എടുത്ത് നോക്കിയാൽ പ്രൊഫൈൽ ഫീഡിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ഷെയർ ചെയ്യണം, അതായത് ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ നമുക്ക് ഒരു പോസ്റ്റ് രണ്ട് അക്കൗണ്ടുകളിൽ കൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.